അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. അമ്മാ ബഅദ് ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. ആമീൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം ഹസ്രത്ത് ഖലീഫത്തുള്ള മുനീർ അഹ്മദ് അസീം അയ്യിദഹുല്ലാഹു തആല ബിനസ്രിൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സൂറ ആലി ഇമ്രാനിലെ 78-ാമത്തെ വചനമാണ് ഇന്നലെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചത്. ഇന്ന് അതിൻ്റെ വിശദീകരണം, അതിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പ്രസ്തുത വചനത്തിലെ ഉള്ളടക്കം ഇന്നല്ലദീന യശ്തറൂന ബിഅഹ്ദില്ലാഹി വഅയ്മാനിഹിം സമനൻ ഖലീലൻ. അവർ അള്ളാഹുവിനോട് ചെയ്ത കരാറുകളും ശപഥങ്ങളും ഒക്കെ തുച്ഛമായ വിലയ്ക്ക് വിൽക്കുന്നവരാണ്. ലാ ഖലാഖ ലഹും ഫിൽ ആഖിറ, പാരത്രിക ലോകത്ത് അവർക്ക് ഒന്നും തന്നെ ലഭിക്കുന്നതല്ല. അല്ലാഹു തആലയുടെ വചനങ്ങളെ വിൽക്കുകയും മാറ്റിമറിക്കുകയും സ്വന്തം ഇഷ്ടപ്രകാരം വ്യാഖ്യാനിക്കുകയും ചെയ്ത അത്തരത്തിലുള്ള ആളുകളുമായി അള്ളാഹു സംസാരിക്കുകയില്ല എന്നും അവരിലേക്ക് അള്ളാഹു നോക്കുകയില്ല എന്നും അന്ത്യദിനത്തിൽ അങ്ങനെ ആയിരിക്കും അവരോട് അള്ളാഹു സമീപിക്കുന്നതെന്നും വലാ യുസക്കീഹിം, അവരെ പരിശുദ്ധമാക്കുകയില്ല, അവർക്ക് വളരെ വേദനാജനകമായ ശിക്ഷ ഉണ്ടായെന്നും ആണ് പ്രസ്തുത വചനത്തിൽ പറയുന്നത്. അതിൽ ഹസ്രത്ത് ഖലീഫത്തുള്ള അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നു, സെല്ലിങ് ഓൺസ് കോൺഷ്യൻസ്, ഒരാളിൻ്റെ അന്ധക്കരണം, മനസാക്ഷി, അത് വിൽക്കുക എന്ന് പറയുന്നത്. ഓരോരുത്തർക്കും ഓരോ മനസാക്ഷിയുണ്ട്, ശരിയും തെറ്റും വേർതിരിച്ച് കാണുന്നതിനും പറയുന്നതിനും. ആ മനസാക്ഷിക്ക് വിരുദ്ധമായ നിലയിലായിരിക്കും പലപ്പോഴും പലരും സംസാരിക്കുന്നത്. കള്ളത്തരം, കപടത, ചതി, വഞ്ചന, ഇതൊക്കെ ഉള്ളിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളെക്കുറിച്ചും അവരുടെ നേരെ അള്ളാഹുവിൻ്റെ സമീപനം എങ്ങനെ ആയിരിക്കുമെന്നുമാണ് ഈ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അത്തരത്തിലുള്ള ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള ആ ദോഷപ്രവണതകൾ നമ്മൾ തുടർന്നാൽ നമുക്ക് സംഭവിക്കാൻ പോകുന്നത്, ഈ ലോകം വിട്ട് നമ്മൾ ഏതായാലും പോകും. പിന്നീട് അന്ത്യദിനം അങ്ങനെ ഒരു വിചാരണയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വിശുദ്ധ ഖുർആൻ മറ്റ് വേദഗ്രന്ഥങ്ങളൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ച് നമുക്ക് രക്ഷ ഒരുക്കേണ്ട അല്ലാഹു തആലയുടെ സമീപനം ഇവിടെ വെച്ച് പറഞ്ഞ് മനസ്സിലാക്കി തരാം. വലാ യുകല്ലിമുഹുമുല്ലാഹു, അള്ളാഹു അവരോട് സംസാരിക്കില്ല. വലാ യൻദുറു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല. യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ. വലാ യുസക്കീഹിം, അവരെ പരിശുദ്ധരാക്കുകയുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ അന്ധക്കരണമനുസരിച്ച്, നമ്മുടെ മനസാക്ഷി എന്താണോ പറയുന്നത് അതനുസരിച്ച് നന്മയിലേക്ക് കുതിക്കുവാനുള്ള ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. ഹ്യൂമൻസ് ആർ കാൾഡ് ടു മെയിൻറ്റെയിനിങ് ദെയർ ഫെയ്റ്റ്സ്, മനുഷ്യരെ ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത്
ടു മെയിൻറ്റെയിനിങ് ദെയർ ഫെയ്ത്ത്, അവരുടെ വിശ്വാസത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ്. നിങ്ങൾക്ക് ഒരു ദൈവിക വിശ്വാസം, അത് നിലനിർത്തുന്നതിന് പര്യാപ്തമായ പ്രവർത്തനങ്ങൾ നിങ്ങൾ ദിനരാത്രങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കണം. മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ നിലനിർത്തിക്കൊണ്ടു പോകണം. അള്ളാഹുവിലുള്ള വിശ്വാസം നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് അനുഗുണമായ പ്രവർത്തനമായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ പകലുകളിലും നിങ്ങളുടെ രാത്രികളിലും. ഇപ്പോൾ നിങ്ങൾ ഓപ്പൺ സ്പേസിലാണ് ഇരിക്കുന്നതെങ്കിൽ കാണാം, അങ്ങ് പടിഞ്ഞാറ് ഭാഗത്ത് ചന്ദ്രൻ പൂർണ്ണ പ്രകാശത്തോടുകൂടി നിന്ന് പ്രകാശിക്കുന്നു. സന്ധ്യസമയത്ത് കിഴക്ക് ഭാഗത്ത് പൂർണ്ണതയോടുകൂടി അത് വന്നു. ഈ ഒരു പ്രകാശഗോളത്തെ ഇപ്രകാരം സൃഷ്ടിച്ച് നിലനിർത്തിയിരിക്കുന്ന സൃഷ്ടാവിന് എന്തിൽ നോക്കിയാലും ശരി നമുക്ക് അള്ളാഹുവിൻ്റെ മഹത്വം നമുക്ക് കാണാം. ഇത് ബാഹ്യ ഇടപെടലുകളൊന്നും അതിലില്ല. അവൻ എന്താണോ ഉദ്ദേശിക്കുന്നത് അതവൻ ചെയ്യുന്നു. ഇതുപോലെ തന്നെ സൂര്യനെക്കുറിച്ച് പറഞ്ഞത്, അതിൻ്റെ നിശ്ചിതമായ പാതയിലൂടെ അത് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം, സർവജ്ഞനായ എല്ലാം അറിയുന്നവനായ അവൻ്റെ വിധിപ്രകാരമാണ്, അവൻ്റെ കൽപ്പന പ്രകാരമാണ് ആ ഗോളം അങ്ങനെ ചലിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുഷ്യ ജീവിതത്തിനും ഭൂമിയിലെ ജീവജാലങ്ങളുടെ ജീവിതത്തിനും എത്ര അനുപേക്ഷണീയമായ ഈ കാര്യങ്ങളൊക്കെ അവൻ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അത് പകൽ മാത്രമല്ല, പിന്നെ അവൻ വിശ്രമിക്കാനും പോകുന്നില്ല. രാവും പകലും നമുക്ക് വേണ്ടുന്ന സർവീസ് ഈ പ്രപഞ്ചത്തിൽ അവൻ ഒരുക്കി നിർത്തിയിരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഈ കാഴ്ചയൊക്കെ കാണിച്ചിട്ടേ ഞാൻ നിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകും. ആൻഡ് കീപ്പിംഗ് ദെയർ വേർഡ്സ്, അപ്പോൾ അവരുടെ ഈ വാക്കുകളൊക്കെ നല്ലതുപോലെ പാലിക്കണം. നിങ്ങളൊരു വാക്ക് പറഞ്ഞാൽ ആ വാക്ക് നിങ്ങൾ പാലിക്കും. നൗ ദ ബിഗസ്റ്റ് ട്രച്ചറി, ഇവിടെ ഏറ്റവും വലിയ ഈ ട്രച്ചറി എന്ന് പറയുന്നത്, ഈ അവർ കാണിക്കുന്ന ആ കാപട്യം എന്ന് പറയുന്നത്, ചതി അല്ലെങ്കിൽ വഞ്ചന എന്ന് പറയുന്നത്, വെൻ വൺ മലേഷ്യസ്ലി അണ്ടേഴ്സ് ഹിസ് പ്ലഡ്ജ്, ഒരാൾ ചെയ്യുന്ന വാഗ്ദാനത്തെ അവർ ഹനിച്ചു കളയുകയാണ് വിദ്വേഷത്തോടെ. സത്യമായിട്ടുള്ള കാര്യങ്ങൾ അവർ മനഃപൂർവ്വമായിട്ട് ഹനിക്കുക, ഇല്ലായ്മ ചെയ്യുക. അത് വിദ്വേഷത്താലാണ്. ടു ടാർണിഷിങ് ഹിസ് ഓണർ, അതിലൂടെ അവർ ചെയ്യുന്ന എന്താണ്? അള്ളാഹുവിൻ്റെ മഹത്വത്തെ കളങ്കപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ബൈ റിജക്റ്റിംഗ് ഹിസ് ചോസൻ പ്രോഫറ്റ്, അള്ളാഹു താല തിരഞ്ഞെടുത്ത ദാസനെ, ഒരു പ്രവാചകനെ, ഓർ മെസ്സഞ്ചർ അല്ലെങ്കിൽ ഒരു ദൂതനെ അവർ നിരസിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ മഹത്വത്തെയാണ് അവർ കളങ്കപ്പെടുത്തുന്നത്. അള്ളാഹുവിൽ നിന്ന് ഇതാ ഒരു ദൂതൻ വന്നിരിക്കുന്നു എന്നുള്ള വാർത്തയും അവരുടെ വേദഗ്രന്ഥത്തിൻ്റെ സാക്ഷ്യപത്രവും അവരുടെ മുമ്പിൽ നിരത്തുമ്പോഴും അവർ അതിനെ മനഃപൂർവ്വമായിട്ട് തള്ളിക്കളയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ മഹത്വത്തെ അവർ അംഗീകരിക്കുന്നില്ല എന്നാണ്. അല്ലാതെ വന്ന പ്രവാചകനോ വന്ന ദൂതന് അത് ആ നിലയിൽ ഒന്നും തന്നെ സംഭവിക്കാനില്ല. കാരണം അത് അല്ലാഹു തആല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും നിയോഗിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കുന്നില്ല എങ്കിൽ, തിരസ്കരിക്കുകയാണെങ്കിൽ അതിൻ്റെ ദൂഷിത ഫലം അനുഭവിക്കുന്നത് അവർ തന്നെ ആയിരിക്കും. എ പാർട്ടി ഓഫ് ദ ജ്യൂസ്, ജൂതന്മാരിലെ ഒരു സംഘം ആളുകൾ, ആൻഡ് ദ ക്രിസ്ത്യൻസ്, അതുപോലെ ക്രിസ്ത്യൻസിൻ്റെയും ഒരു വിഭാഗം ആളുകൾ, ഇൻ ദ ഹോളി പ്രൊഫറ്റ്സ് ടൈം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ, ഡിഡ് നോട്ട് ഹെസിറ്റേറ്റ് ടു ഡു സോ, ഇപ്രകാരം തള്ളിക്കളയുന്നതിന് അവർക്ക് ഒരു മടിയും ഉണ്ടായില്ല. ഈ രണ്ട് വിഭാഗത്തിലെയും ഒരു വിഭാഗം ആളുകൾക്ക്. സെല്ലിങ് ദെയർ ഓൺ സോൾസ്, അത് അവരുടെ തന്നെ ആത്മാക്കളെ അവർ വിൽക്കുകയാണ് ചെയ്തത്. വെൻ ദേ പ്രിഫർ ടു സ്കോഫ് ദ ട്രൂത്ത്, ഈ സത്യത്തിനെ അവർ അപഹാസ്യമാക്കിയപ്പോൾ, ദേ പ്രിഫർ ടു, അവർ മുൻഗണന കൊടുത്തത് സ്കോഫ് ദ ട്രൂത്ത്, സത്യത്തെ അപഹസിക്കുവാനാണ്, അപഹാസ്യമാക്കുവാനാണ്, ഓഫ് ദെയർ ഓൺ ബുക്സ്,
അവരുടെ ഗ്രന്ഥത്തിൽ തന്നെ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റിജക്ട്സ് ദ സീൽ ഓഫ് പ്രൊഫറ്റ്ഹുഡ്. അതുപോലെ ഖാതമുൻ നബിയനായ പ്രവാചകനെ അവർ തിരസ്കരിക്കുന്നതിന് അതേ വേദഗ്രന്ഥത്തിലെ തന്നെ വളച്ചൊടിച്ചാണ് അവർ അതിൻ്റെ തീരുമാനത്തിലെത്തുന്നത്. Their own words also lost all value when they traded their conscience. Their own words, അവരുടെ തന്നെ വാക്കുകൾ, ലോസ്റ്റ് ഓൾ വാല്യൂ, എല്ലാ മൂല്യങ്ങളും അത് നഷ്ടപ്പെടുത്തി. വെൻ ദേ ട്രേഡഡ് ദെയർ കോൺഷ്യസ്, അവരുടെ മനസാക്ഷിയെ അവർ വിറ്റപ്പോൾ. വിത്ത് ഡിസ്ബിലീഫ്, അവർ അവിശ്വാസം തന്നെയാണ് വിറ്റത്. ആൻഡ് ഈവിൾ സ്കീമിങ്, അതുപോലെ മോശം പദ്ധതികൾ തയ്യാറാക്കുന്നതിന് വേണ്ടിയാണ് അവർ സമയം കണ്ടെത്തിയത്. ടു പുട്ട് ആൻ എൻഡ് ടു ദ പ്രൊഫറ്റിക് മിഷൻ, ഈ പ്രവാചകൻ്റെ സന്ദേശം, ദൗത്യം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി അവർ ഗൂഢാലോചന നടത്തി. അവർ അതിനെതിരായിട്ട് നിലകൊള്ളുകയാണ് ആ സംഘം ആളുകൾ ചെയ്തത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ മിഷനെ തകർത്ത് തരിപ്പടമാക്കുവാൻ, അത് വിജയിക്കരുത്, അതിനെന്തൊക്കെ നമുക്ക് ചെയ്യാനൊക്കുമോ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നായിരുന്നു അവരുടെ തീരുമാനം. ഇൻഡീഡ് ദ ട്രാൻസാക്ഷൻസ് ദേ മെയ്ഡ് വേർ വെയിൻ ഡീലിങ്സ്. എന്തായാലും അവരുടെ ഈ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയയുണ്ടല്ലോ, ഇത് തകർക്കാം, ഇതല്ല ശരി, ഇതാണ് ശരി എന്ന് പറഞ്ഞ് അവർ വളച്ചൊടിക്കുന്ന ഈ നടപടിക്രമങ്ങൾ, ദേ മെയ്ഡ് വേർ വെയിൻ ഡീലിങ്സ്, അത് വ്യർത്ഥമായ ഇടപാടുകൾ മാത്രമായിരുന്നു, ഒരു ഫലവും ഉണ്ടാക്കാത്ത അവരുടെ ആലോചനകളും ചിന്തകളുമായിരുന്നു. For in the process they have lost all possibilities of a decent life in the hereafter. പാരത്രിക ലോകത്ത് അവർക്ക് ലഭിക്കേണ്ട മനോഹരമായ ഒരു ജീവിതം അവർക്ക് നഷ്ടപ്പെടുത്തുകയാണ് ഇതിലൂടെ അവർ ചെയ്തത്. ഏറ്റവും ഉത്തമമായ, ഉദാത്തമായ, മനോഹരമായ, എല്ലാ നിലയിലും അന്തസ്സാർന്ന ഒരു പാരത്രിക ലോക ജീവിത നടപടിക്രമത്തെ, ഫോർ ഇൻ ദ പ്രോസസ്, ഈ നടപടികളിലൂടെ ദേ ഹാവ് ലോസ്റ്റ്, അവർക്ക് നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ആൾ പോസിബിലിറ്റീസ്, എല്ലാ സാധ്യതകളും നഷ്ടപ്പെട്ടു പോയി. ഓഫ് എ ഡീസൻറ്റ് ലൈഫ് ഇൻ ദ ഹിയർ ആഫ്റ്റർ, പാരത്രിക ലോകത്ത് അവർക്ക് ലഭിക്കേണ്ട അന്തസ്സായ ഒരു ജീവിതം അവർ നഷ്ടപ്പെടുത്തി. ആഫ്റ്റർ വാട്ട്സ് ദേ ഹാഡ് ഡൺ, എന്നിട്ട് അവരെന്താണ് ചെയ്തത്? ഗോഡ് ഹിംസെൽഫ് ഷാൽ നെവർ ഹാവ് എനി കൺസിഡറേഷൻ. അവർക്ക് എന്താണ് ഇതുകൊണ്ട് ഈ മോശമായ ഈ ആലോചനയും പ്രവർത്തനവും മൂലം അവർ ഈ ലോകത്ത് നേടിയത്? ആഫ്റ്റർ വാട്ട് ദേ ഹാവ് ഡൺ, അവർ എന്താണ് ചെയ്തത്? അവർക്ക് എന്താണ് ഈ ചെയ്തതിൽ നിന്നും ശേഷം ലഭിച്ചത്? ഗോഡ് ഹിംസെൽഫ് ഷാൽ നെവർ ഹാവ് എനി കൺസിഡറേഷൻ ഫോർ ദം. അല്ലാഹു തആല സ്വയം തന്നെ അവർക്കൊരു പരിഗണനയും കൊടുക്കുന്നില്ല. ഗോഡ് ഹിംസെൽഫ് ഷാൽ നെവർ ഹാവ് എനി കൺസിഡറേഷൻ ഫോർ ദം, ഫോർ ബൈ റിജക്റ്റിംഗ് ഹിസ് പ്രോഫറ്റ്, അള്ളാഹുവിൻ്റെ ദൂതനെ അവർ തിരസ്കരിച്ചതുകൊണ്ട്, അവർ വേണ്ട എന്ന് വെച്ചതിനാൽ അല്ലാഹു തആല അവർക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത അവസ്ഥയിലേക്ക് മാറി. ദേ റിജക്റ്റഡ് ഗോഡ് ഹിംസെൽഫ്, ആ പ്രവാചകനെ അവർ നിരാകരിച്ചതിലൂടെ ദേ റിജക്റ്റഡ് ഗോഡ് ഹിംസെൽഫ്, അള്ളാഹുവിനെ തന്നെയാണ് അവർ നിരസിച്ചത്. ഫോർ ഇറ്റ് ഈസ് അല്ലാഹ് ഹു സെൻറ്റ് ഹിസ് മെസ്സഞ്ചർ, അതെ, അല്ലാഹു തആല തന്നെയാണ് അവൻ്റെ ദൂതനെ നിയോഗിച്ചത്. ദേ റിജക്റ്റഡ് ഗോഡ് ഹിംസെൽഫ്, ഫോർ ഇറ്റ് ഈസ് അല്ലാഹ് ഹു സെൻറ്റ് ഹിസ് മെസ്സഞ്ചർ വിത്ത് ദ റിമൈൻഡർ, ഒരു റിമൈൻഡറുമായിട്ടാണ്, അതായത് ദ ഖുർആനുമായിട്ടാണ്, വിശുദ്ധ ഖുർആനുമായിട്ടാണ് അവരുടെ മുമ്പിലേക്ക് അല്ലാഹു തആല അവൻ്റെ ദൂതനെ നിയോഗിച്ചത്. ടു ഗൈഡ് ദം, അവർക്ക് മാർഗദർശനം നൽകുന്നതിനായി. ടു ഹിം, അല്ലാഹുവിലേക്ക്. അപ്പോൾ അല്ലാഹുവിലേക്ക് വഴി കാണിക്കുന്നതിന്, അല്ലാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ഇരുലോകത്തും നേടുന്നതിന് പര്യാപ്തമായ മാർഗനിർദ്ദേശങ്ങളുമായി, ഒരു റിമൈൻഡറുമായി, വിശുദ്ധ ഖുർആനുമായി അവരിലേക്ക് ആ ദൂതനെ നിയോഗിച്ചത് അല്ലാഹു തആല തന്നെയായിരുന്നു. Thus it is they who shall be the losers. അതെ, അവർ തന്നെയാണ് നഷ്ടകാരികൾ. ഇതിനെ തള്ളിക്കളഞ്ഞതിലൂടെ അവർക്കെന്താണ് സംഭവിച്ചത്? ഇറ്റ് ഈസ് ദേ, അവർ തന്നെയാണ്, ഹു ഷാൽ ബി ദ ലോസേഴ്സ്, നഷ്ടകാരികൾ. ബി ഇറ്റ് ഇൻ ദിസ് ടെമ്പറൽ ലൈഫ്, അത് ഈ താൽക്കാലിക ലോകത്താണെങ്കിലും ശരി,
ആൻഡ് ദ ലൈഫ് ടു കം, അതുപോലെ പാരത്രിക ലോകത്തായാലും ശരി. ആൻഡ് ഗ്രീവിയസ് ഷാൽ ബി ഇൻ ഡീഡ് ദർ പണിഷ്മെൻറ്റ്, അവരുടെ ശിക്ഷ വളരെ വേദനാജനകമായിരിക്കും. ഇപ്പോൾ ഈ ലോകത്ത് നമ്മൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളെ അള്ളാഹുത്താല സസൂക്ഷ്മം വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണ്, അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം. നമ്മുടെ ദിനരാത്രങ്ങളിൽ നമ്മൾ രഹസ്യമായും പരസ്യമായും പറയുന്ന കാര്യങ്ങളെല്ലാം അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടിയാണ് നിങ്ങൾ നിലകൊള്ളുന്നതെങ്കിൽ, ആ ദീനിനു വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിനും അത് നടപ്പിലാക്കുന്നതിനും വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഇഹലോകത്തും നാളെ ഒറ്റയ്ക്ക് കടന്നു ചെല്ലുമ്പോൾ ആ പാരത്രിക ലോകത്തും നിങ്ങൾക്ക് സമുന്നതമായ സ്ഥാനമാനങ്ങൾ ലഭ്യമാകുന്നതാണ്. അതല്ല, ഇഹലോകത്ത് വെച്ച് നിങ്ങൾ കുതന്ത്രങ്ങളിൽ ഏർപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ സത്യത്തിനെതിരായി നിലകൊള്ളുകയാണെങ്കിൽ, ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിൽ, മാറി നിൽക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും അതിൻ്റെ അനന്തരഫലങ്ങൾ അവർ ഇഹലോകത്തും നാളെ പരലോകത്തും അവർ അനുഭവിക്കുമെന്നും വ്യക്തമായും ഇത് നമുക്ക് നൽകുന്ന പാഠങ്ങളാണ്. അതിനെ ഒന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ഈ കാലത്ത് വന്ന നമ്മുടെ ഇമാം അതിനെ ആ ഖുർആനിക വചനത്തെ പ്രകാശിപ്പിച്ചു നിർത്തുന്നു. അതുകൊണ്ട് ദൈവിക വചനങ്ങൾ, അള്ളാഹുവിൻ്റെ വചനങ്ങൾ സത്യമായി ഈ ഭൂമുഖത്ത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്ന് പതിക്കുന്നതിനും മനുഷ്യർക്ക് പരിവർത്തനങ്ങൾ വരുത്തുന്നതിനും പര്യാപ്തമായി നിലകൊള്ളുന്നു. അതിനെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ മുമ്പിൽ ഈ പ്രപഞ്ചവും ഈ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചവും നിൽക്കുന്നു. ഇത് അള്ളാഹുവിൻ്റേതാണ്, നമ്മളും അള്ളാഹുവിൻ്റേതാണ്. നമുക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ നൽകി, ചിന്തിക്കുവാനുള്ള കഴിവ് നൽകി ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് ഈ മഹാരഹസ്യം നിങ്ങൾക്ക് തുറന്നു വയ്ക്കുന്നത്, നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനായിട്ടും അവൻ ആളുകളെ നിയോഗിച്ചിരിക്കുന്നത്. ഇത് വെറും ഒരു താൽക്കാലിക ജീവിത സമയത്തേക്ക് വേണ്ടി മാത്രമാണ് എന്ന പാഠം നമ്മളെ സദാസമയവും അത് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വെറും താൽക്കാലികമായ ടെമ്പററി ലൈഫ് മാത്രമാണ് ഈ ലോകത്തിലുള്ളത്. ഇവിടെ ആ താൽക്കാലിക സമയത്തേക്ക് താമസിക്കുന്നതിന് പര്യാപ്തമായിട്ടുള്ള അവസ്ഥാവിശേഷം ക്രിയേറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് പെർമനൻ്റായിട്ടുള്ള സ്ഥലത്തുള്ള താമസ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ നടത്തുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ ചെയ്യേണ്ടത്. ഈ ഓർമ്മപ്പെടുത്തലുമായിട്ടാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പാകെ നിൽക്കുന്നത്. ഈ വചനത്തിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ രാവുകളും നമ്മുടെ പകലുകളും ദൈവസ്മരണയിൽ കഴിഞ്ഞുകൂടുകയും അവൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിനായി നമ്മളാൽ കഴിയുന്ന പരമാവധി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുക. അപ്പോൾ നമ്മുടെ കൈകൾ, നമ്മുടെ കാലുകൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ ചെവികൾ, നമ്മുടെ നാവുകൾ, നമ്മുടെ മസ്തിഷ്കം, നമ്മുടെ ഹൃദയം എല്ലാം ശരിയായ നിലയിൽ പ്രവർത്തിക്കാൻ അള്ളാഹു താല സജ്ജമാക്കും. അതിനുള്ള മലായിക്കത്തുകളെയും അള്ളാഹു മിൻഷറിൽ വസ്വാസ് ഖന്നാസ് എന്ന് പറയുന്നതല്ല, ഈ മറഞ്ഞിരിക്കുന്നതായ ഖന്നാസുകൾ, മറഞ്ഞിരിക്കുന്ന അതിൻ്റെ ഉപദ്രവത്തിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അള്ളാഹു താലായിലേക്ക് നിങ്ങൾ അഭയം പ്രാപിക്കണമെന്ന് സൂറത്തുൽ മുഅവ്വദത്തെ പറയുന്നത് നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചു നോക്കുക, വായിച്ച് മനസ്സിലാക്കി നോക്കുക. മനുഷ്യരിൽ നിന്നും മാത്രമല്ല ഷർറ് വരുന്നത്, ജിന്നുകളിൽ നിന്നുമുണ്ടോ അതും നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുവാനും നമ്മുടെ രക്തസമ്മർദ്ദങ്ങളും മറ്റ് ഏറ്റക്കുറച്ചിലുകൾ വരുത്തുന്നതിനുമെല്ലാം നിർണായകമായ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്ന മനുഷ്യരോട് നടത്തുന്ന ഇടപെടലുകൾ തീർച്ചയായിട്ടും സ്വാധീനം ചെലുത്തുന്നതാണ്. ഒരാളൊരു വാക്ക് പറയുമ്പോൾ തന്നെ മറ്റൊരാളിൽ അത് ചലനങ്ങൾ സൃഷ്ടിച്ച് അവനെ ടെൻഷനാക്കുന്നു. അതല്ല എങ്കിൽ ഒരാളൊരു നല്ല വാക്ക് പറയുമ്പോൾ ആ ആളിനത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാകുമ്പോൾ അവൻ്റെ മനസ്സും ശരീരവും റിലീസാകുന്നു. ഇത് നമുക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ അറിയാവുന്നതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്ന കുത്തുവാക്കുകളാണെങ്കിൽ നമ്മളിൽ അത് ഒരു ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കുന്നു ശരീരത്തിനും. അതുപോലെ നന്മ നിറഞ്ഞ ഒരു വാക്കാണ് എങ്കിൽ അതിൽ ഒരു സന്തോഷത്തിൻ്റെ അവസ്ഥാവിശേഷം ക്രിയേറ്റ് ചെയ്യും. ഇത് മനുഷ്യരിൽ നിന്നുള്ള ഇതാണ്. അപ്പം മനുഷ്യന്
മിത്രമായിട്ടും ശത്രുവായിട്ടും മാറാൻ കഴിയുന്നത് പോലെ അള്ളാഹുവിൻ്റെ നമുക്ക് ദൃശ്യമല്ലാത്ത ജിന്ന് വർഗത്തിലുള്ള ആളുകളും ഉണ്ട്. അവർക്കും നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വിഭാഗം ആളുകളുടെയും മിൻ ഷർറിൽ വസ്വാസിൽ ഖന്ന, മറഞ്ഞിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഷർറുകളിൽ നിന്ന്, മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നുമുള്ള ഈ ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങൾ അള്ളാഹുവിൽ അഭയം തേടിക്കൊള്ളണമെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അപ്രകാരം അഭയത്തിൽ കഴിയുക എന്നുള്ളത് മാത്രമാണ് മനുഷ്യനെ ഈ ഭൂമിയിൽ രക്ഷാമാർഗം. അതുപോലെ ഒറ്റയ്ക്ക് മടങ്ങിപ്പോകുമ്പോഴുള്ള രക്ഷാമാർഗവും അതുതന്നെയാണ്. നിങ്ങളുടെ അധറുകൾ, നിങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ ഈ ഭൂമിയിൽ നിലനിൽക്കും. നന്മയാണെങ്കിൽ നന്മ, തിന്മയാണെങ്കിൽ തിന്മ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വരും. അതൊക്കെ നിങ്ങളുടെ പാരിത്രിക ലോകത്ത് മുതൽക്കൂട്ടാകാം, അതല്ല എങ്കിൽ വളരെ വലിയ ശിക്ഷയ്ക്ക് കാരണമായി തീരാം. അതുകൊണ്ട് നന്മയോടൊപ്പം നിൽക്കുക, നന്മയിലേക്ക് പ്രവേശിക്കുക, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുക. അത് നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും എല്ലാം സുരക്ഷിതമാക്കുന്നതാണ്. ആ സുരക്ഷിത വലയത്തിൽ, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സംരക്ഷണ വലയത്തിൽ സദാ നമ്മളായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ വാക്കുകളിലൂടെ ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യുകയാണെങ്കിൽ നാളെ പുതിയ വചനവുമായി നമ്മൾ കണ്ടുമുട്ടുന്നതാണ്. ജസാക്കുമുല്ലാഹു ഖൈറൻ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.